പ്രഭാത ഭക്ഷണം, അതിനുള്ള ഇംഗ്ലീഷ് വാക്കാണ് ഇത്. ഇത് നമ്മളൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ മിക്കവരും ഇത് തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉച്ചരിക്കുന്നത്? ശരി, ഇതിന്റെ ശരിയായ ഉച്ചാരണം മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ഉച്ചാരണം എന്നതിനുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ ഉച്ചാരണം നോക്കാം. കാരണം അതും പലരും തെറ്റിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ വാക്ക് പറയുന്നത്? പലരും പറയുന്നത് പ്രൊനൗൺസിയേഷൻ എന്നാണ്. പ്രൊനൗൺസിയേഷൻ, അത് തെറ്റാണ്. അങ്ങനെയല്ല അത് പറയേണ്ടത്. പിന്നെയോ പ്രൊനൗൺസിയേഷൻ എന്നാണ്. പ്രൊനൗൺസിയേഷൻ, അതിന്റെ ക്രിയ പ്രൊനൗൺസ് എന്നാണ്. പ്രൊനൗൺസ്, പക്ഷെ അതിന്റെ നാമം പ്രൊനൗൺസിയേഷൻ എന്നാണ്, അല്ലാതെ പ്രൊനൗൺസിയേഷൻ എന്നല്ല. ആ സ്പെല്ലിംഗ് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. പ്രൊനൗൺസ് എന്നതിന് NOUN എന്നുണ്ട്, എന്നാൽ പ്രൊനൗൺസിയേഷൻ എന്നതിന് NUN എന്നാണ് സ്പെല്ലിംഗ്. അപ്പോൾ ആ വ്യത്യാസം അതിന്റെ ഉച്ചാരണത്തിലും വരണം. പ്രൊനൗൺസ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഇനി നമുക്ക് പ്രഭാത ഭക്ഷണത്തിലേക്ക് വരാം. എങ്ങനെയാണ് നിങ്ങൾ ഈ വാക്ക് ഉച്ചരിക്കുന്നത്? പലരും പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ്, അത് തെറ്റാണ്. ഇതിൽ രണ്ട് തെറ്റുണ്ട്. ആദ്യത്തെ തെറ്റ് അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലാണ്. ഫാസ്റ്റ്, ഫാസ്റ്റ് എന്നല്ല. ഫാസ്റ്റ് പാസഞ്ചർ എന്ന് പറയുന്നത് പോലെ ഫാസ്റ്റ് എന്നല്ല അവിടെ പറയേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല. പിന്നെയോ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ഫസ്റ്റ് എയ്ഡ് എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ഇനി അതിന്റെ ആദ്യ ഭാഗത്തോടെ വെച്ചിട്ട് ബ്രേക്ക്, വണ്ടിയുടെ ബ്രേക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ബ്രേക്ക് ഫസ്റ്റ് അല്ല. പിന്നെയോ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ. ബ്രേക്ക്ഫാസ്റ്റ്, 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 ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ചില വാചകങ്ങൾ ഉണ്ടാക്കാം. ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? വാട്ട് വാസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? അല്ലെങ്കിൽ വാട്ട് വാസ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? അങ്ങനെ നമ്മൾ ചോദിക്കും അല്ലേ, ബ്രേക്ക്ഫാസ്റ്റിന്. ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? വാട്ട് വാസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റിന്. വാട്ട് വാസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്? നമ്മൾ ചിലപ്പോൾ രാവിലെ അമ്മയോട് ചോദിക്കും അല്ലേ, അമ്മ ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്? വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മമ്മി? ചിലപ്പോൾ നമ്മൾ അത് ചോദിക്കുന്നതിന് മുമ്പ് അമ്മ ഇങ്ങോട്ട് ചോദിക്കും, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് അറിയാമോ? ഒരു ആകാംക്ഷ ജനിപ്പിക്കാൻ വേണ്ടി ചോദിക്കും അല്ലേ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് അറിയാമോ? അറിയാമോ? ഡു യു നോ? ഡു യു നോ വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഡു യു നോ വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? എന്നാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് പറയേണ്ടത്? ഡു യു നോ വാട്ട് ഈസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ എന്നല്ല, വാട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ടുഡേ. വാട്ട് ഈസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ നമ്മൾ പറയുന്നത് നേരിട്ട് ചോദിക്കുമ്പോഴാണ് ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്നാൽ ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ടുഡേ എന്ന് പറയണം. ഡു യു നോ വാട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ടുഡേ? ഈസിന്റെ സ്ഥാനം മാറി വരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് പറയാമോ? അറിയാമോ എന്നല്ല, പറയാമോ? ക്യാൻ യു സേ? പറയാമോ? ക്യാൻ യു സേ വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ക്യാൻ യു സേ വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പറയാമോ? ക്യാൻ യു സേ വാട്ട് ഈസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ എന്നല്ല, വാട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ടുഡേ. ക്യാൻ യു സേ വാട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ടുഡേ? ഞാൻ ഇന്ന് രാവിലെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഞാൻ ഉണ്ടാക്കി, അത് ആദ്യം വരണം അല്ലേ. ഐ മെയ്ഡ് വാട്ട്? ഐ മെയ്ഡ് എ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. ഐ മെയ്ഡ് എ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോർണിംഗ് അല്ല, ദിസ് മോർണിംഗ്. ഐ മെയ്ഡ് എ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. ഓക്കെ, ഐ മെയ്ഡ് എന്നുള്ളതിന് ഐ കുക്ക്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ പ്രിപ്പയർഡ് എന്ന് പറയാം. ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ വാക്കിന്റെ ഉച്ചാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്പെഷ്യൽ എന്നല്ല, സ്പെഷ്യൽ, സ്പെഷ്യൽ. അപ്പൊ അതും ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വിവാഹ വാർഷിക നാളിൽ ഞാനൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഐ മെയ്ഡ് എ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ അവർ വെഡിങ് ആനിവേഴ്സറി ഡേ. ഞങ്ങളുടെ വിവാഹ വാർഷിക നാളിൽ, ഓൺ അവർ വെഡിങ് ആനിവേഴ്സറി ഡേ. എപ്പോഴാണ് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? എപ്പോഴാണ് നീ? വെൻ ഡു യു ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? അല്ലെങ്കിൽ വെൻ ഡു യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? അതും അല്ലെങ്കിൽ വെൻ ഡു യു ടേക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. എന്താണ് നീ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്? എന്താണ് നീ? വാട്ട് ഡു യു അല്ലെ, വാട്ട് ഡു യു ഈറ്റ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? അല്ലെങ്കിൽ വാട്ട് ഡു യു ഹാവ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? അല്ലെങ്കിൽ വാട്ട് ഡു യു ടേക്ക് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? എന്താണ് നീ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്? കഴിക്കുന്നതല്ല, കഴിച്ചത്. വാട്ട് ഡു യു എന്നല്ല, പിന്നെ വാട്ട് ഡിഡ് യു എന്ന് വരും അല്ലെ. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഞാൻ ഇന്ന് അപ്പവും മുട്ടയും കഴിച്ചു.
ഞാൻ കഴിച്ചു. ഐ ate what? അപ്പവും മുട്ടയും. അപ്പം ആൻഡ് എഗ്. ഐ ate അപ്പം ആൻഡ് എഗ് ടുഡേ. ഈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അല്ലെങ്കിൽ ഐ ഹാഡ് അപ്പം ആൻഡ് എഗ് ടുഡേ. ഹാഡ് ഹാവിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതുമല്ലെങ്കിൽ ഐ ടുക്ക് അപ്പം ആൻഡ് എഗ് ടുഡേ. ടുക്ക് ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഡു യു നോ വാട്ട് ഐ ഈറ്റ് ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ്? ഈറ്റ്, ഹാവ്, ടേക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിച്ചതെന്നും നിനക്കറിയാമോ? ഡു യു നോ വാട്ട് ഐ ഏറ്റ് ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് ഒരു നല്ല ശീലമാണോ? ആണോ? ഈസ് ഇറ്റ് ഒരു നല്ല ശീലമാണോ? ഈസ് ഇറ്റ് എ ഗുഡ് ഹാബിറ്റ് ടു സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്? സ്കിപ്പ് എന്ന് പറഞ്ഞാൽ ഒമിറ്റ്, അവോയ്ഡ്, ഒഴിവാക്കുക എന്നൊക്കെയാണ് അർത്ഥം. സോ ഈസ് ഇറ്റ് എ ഗുഡ് ഹാബിറ്റ് ടു സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്? തിരക്ക് നിമിത്തം പലരും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നു. മെനി പീപ്പിൾ സ്കിപ്പ് വാട്ട്? സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. മെനി പീപ്പിൾ സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ നിമിത്തം, അതിനുള്ള പ്രയോഗമാണ് ഡ്യൂ ടു. അപ്പോൾ മെനി പീപ്പിൾ സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂ ടു റഷ്, തിരക്ക്. അതല്ലെങ്കിൽ ഡ്യൂ ടു എ ബിസി ഷെഡ്യൂൾ, അങ്ങനെയും പറയാം. മെനി പീപ്പിൾ സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂ ടു എ ബിസി ഷെഡ്യൂൾ. ശരി, അപ്പോൾ ഈ വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? പ്രൊനൗൺസിയേഷൻ. ഇതോ ബ്രേക്ക്ഫാസ്റ്റ്. ഈ വാക്ക് സ്പെഷ്യൽ. ഓക്കെ, അപ്പോൾ കൂടുതൽ വാക്കുകളും വാചകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.